മാറ്റുപുഴയിൽ അതിഥി തൊഴിലാളി ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആ പ്രതികളെ കൂടെ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇപ്പോൾ പോലീസ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ പ്രതികളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധന നടത്തുകയാണ്. ഇയാളെ ആൾക്കൂട്ടമർദ്ദനം നടത്തിയ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ ഈ പ്രതികളുടെ ഫോണിൽ നിന്ന് പിടിച്ചെടുത്തെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. നേരത്തെ പ്രതികളും അവരുടെ ബന്ധുക്കളും പറഞ്ഞ വർഷം 100% തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് വന്ന വിവരങ്ങൾ. ഈ പെൺസുഹൃത്തിനെ കാണാനെത്തിയ അതിഥി തൊഴിലാളിയെ ആദ്യം മർദ്ദിച്ചു, പിന്നീട് കെട്ടിയിട്ട് മർദ്ദനം ഉണ്ടായി. ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശ്വാസകോശം തകരുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി. തലയിലേറ്റ മർദ്ദനത്തിൻ്റെ ഭാഗമായി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വലിയ മർദ്ദനത്തിൻ്റെ ഭാഗമായി മരണമുണ്ടായി. കൊലപാതകമാണ്, ആൾക്കൂട്ട കൊലപാതകമാണ് എന്ന് തന്നെ പോലീസ് പറയുകയാണ്. വിനിത വിജി തുടർന്ന്. വിനിത, ഇപ്പോൾ എത്ര പ്രതികളെയാണ് അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്? നാട്ടുകാർ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഹഷ്മി, പ്രതികളെ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ ഈ പ്രതികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എവിടെ വെച്ചാണ് മർദ്ദിച്ചതെന്നോ അല്ലെങ്കിൽ എവിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികൾ അന്വേഷണ സംഘത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പ്രതികളിൽ ചിലർ പറയുന്നത്. അവർക്ക് സംശയമുണ്ട് എങ്കിൽ ഈ പ്രദേശവാസികളോട് ഞങ്ങളെപ്പറ്റി അന്വേഷിക്കാമെന്നും അവർ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു പ്രതിയുടെ പ്രതികരണമാണ്. പള്ളിയിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്, പൊതുപ്രവർത്തനാണ്, CPIയുടെ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, പൊതുപ്രവർത്തനാണ്. ഇവരെ എന്നെ കുടിക്കേക്കുന്നതാണ്. അന്വേഷിച്ച് നോക്കിയോ ഏത് കോടതിയുടെ എവിടെ വേണമെങ്കിലും തുറന്ന പ്രതിയാണോ വിരുദ്ധ അതോ നാട്ടുകാരെന്നുള്ളതാണോ? ഹാഷ്മി, ഇത് ഈ കേസിലെ പ്രതിയാണ്. അദ്ദേഹം പാർട്ടി മെമ്പറാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല. ഈ പ്രദേശവാസികളോട് അന്വേഷിച്ചാൽ മതി, താൻ ഇതിന്റെ കുറ്റക്കാരനല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സ്ഥലം, ഈ സംഭവം ഉണ്ടായ ഓരോ ഇടങ്ങളിൽ അന്വേഷണ സംഘം പ്രതികളുമായി എത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെയൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ആ വീടിന് സമീപം, ഈ പ്രശ്നമുണ്ടായ വീടിന് സമീപം, പെൺകുട്ടികൾ താമസിച്ചിരുന്ന വീടിന് സമീപമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രതികളെ അന്വേഷണ സംഘം എത്തിച്ചിരിക്കുന്നത്. ഇവിടെ എത്തി അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. ഈ കേസിലെ 5 പ്രതികളെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിച്ച് പ്രതികളിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയാണ്. ഇതിനിടയിലാണ് പ്രതികൾ ഒരാളുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. താൻ കുറ്റക്കാരനല്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവിടുത്തെ പാർട്ടി മെമ്പറായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു, തന്നെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രദേശവാസികളോട് ചോദിച്ചാൽ മതി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പോലീസ് അദ്ദേഹത്തെയും ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണം. വ്യാഴാഴ്ച രാത്രി ഏതാണ്ട് 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് അശോക് ദാസ് ഇവിടേക്ക് എത്തിയിരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രതികൾ നിൽക്കുന്ന ആ സ്ഥലത്തോട് ചേർന്നുള്ള വീടുണ്ട്. ആ വീട്ടിലാണ് ഈ പെൺകുട്ടികൾ താമസിച്ചിരുന്നത്. ഇവിടെ എത്തി രാത്രി 9 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ബഹളമുണ്ടാകുന്നു. ചില്ല് അടിച്ചുപൊട്ടിച്ച ശബ്ദം കേൾക്കുന്നു. തുടർന്ന് ഈ പ്രതികളിൽ ചിലർ ഇവിടേക്ക് എത്തുകയും ആ സംഭവം എന്താണെന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അത് മർദ്ദനത്തിലേക്ക് എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾ പക്ഷേ അത് നിഷേധിക്കുന്നുമുണ്ട്. ഇപ്പോൾ പ്രതികളിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വിവരം തേടുകയാണ്. ഇപ്പോൾ പ്രതികളുമായി ആ പെൺകുട്ടികൾ താമസിച്ചിരുന്ന വീടിന് മുന്നിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹാഷ്മി, വിജയാണ്. അപ്പോൾ പ്രതികളെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുകയാണ്. നിരപരാധികളാണ് എന്നൊക്കെ പ്രതികൾ പറയുന്നത്. പക്ഷേ കൃത്യമായി പ്രതികളുടെ ഫോണിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മർദ്ദനത്തിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് പറയുകയാണ്. അപ്പോൾ അതിന് ബാക്കി പോലീസ് പറയട്ടെ.